മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ലഹരി ഉപഭോഗവും വ്യാപനവും തടയുക വളരെ പ്രധാനമാണ്. അതിനോടൊപ്പം കുട്ടികളിലും യുവതയിലും വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകത അത് ശാസ്ത്രീയമായി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ യോഗത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് തോന്നുന്നത് തിങ്ക് ടാങ്ക് രൂപീകരിച്ച കാര്യം. രാഷ്ട്രീയ പാർട്ടികൾക്കും സാമുദായിക സംഘടനകൾക്കും പണ്ഡിതർക്കും ഈ രംഗത്ത് മികച്ച ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ഇന്ന് യോഗം ചേർന്നപ്പോൾ ഒരു സ്ഥാപന ഉടമ മതമേലധ്യക്ഷൻ സാമുദായിക നേതാക്കളുടെ യോഗത്തിലായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ കൗൺസിലർമാരുമുണ്ട്. അപ്പോൾ ഞങ്ങളെ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകൾ വരുന്നുണ്ട് എന്നർത്ഥം. പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് അനുഭാവപൂർവമായ സമീപനവും ലഹരിവിരുദ്ധ കാഴ്ചപ്പാടും പുലർത്തുന്നവരാണ് എല്ലാ സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും. ഏതെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും ലഭ്യമാകുന്ന അവസരങ്ങളിലെല്ലാം ഒരുപാട് കൂട്ടായ്മകൾ ഇവരുടെ ഭാഗമായി നടക്കുന്നതാണല്ലോ, സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാം. അപ്പോൾ അത്തരം അവസരങ്ങളാകെ ലഹരി വിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒത്തുകൂടുന്ന സവിശേഷ ദിവസങ്ങൾ, അവസരങ്ങൾ, അവയിലെല്ലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നാവും. ഇത് സാമുദായിക നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ ചിലർ ഇപ്പം തന്നെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അവർ എടുത്തു പറയുകയുണ്ടായി. ഇന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. യുവജന, മഹിള, വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, സൺഡേ ക്ലാസ്സുകൾ, മദ്രസ ക്ലാസ്സുകൾ, ഇതര ധാർമ്മിക വിദ്യാഭ്യാസ ക്ലാസ്സുകൾ, ഇവയിലെല്ലാം ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം, ഈ ദൗത്യം എല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനത്തിന് ഇടമില്ല. ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സോടെ ഇതിൽ
പങ്കാളികളാവുകയാണ് വേണ്ടത്. സർക്കാർ തയ്യാറാക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപരേഖയിൽ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ഇപ്പോൾ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, പക്ഷേ വിശദമായ അഭിപ്രായങ്ങൾ ഒരാഴ്ചക്കകം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഒരാളെയും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല. ഇത്തരമൊരു പൊതുബോധത്തോടെയുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്നാണ് ഇരു യോഗങ്ങളും ഏകണ്ഠമായി തീരുമാനിച്ചത്. ഈ മാസവും അടുത്ത മാസവും ക്യാമ്പയിന് വ്യാപകമായി ഒരുക്കം നടത്തണം. നേരത്തെ നമ്മൾ കണ്ടതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ജൂൺ മാസത്തിലാണ് വിപുലമായ ക്യാമ്പയിനിലേക്ക് പോവുക. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഊന്നിയാണ് പ്രധാനമായും ക്യാമ്പയിൻ നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഏപ്രിൽ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 15,327 വ്യക്തികളെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 927 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 994 പേരെ അറസ്റ്റ് ചെയ്തു. 248.93 ഗ്രാം MDMA-യും 77.127 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഈ കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 288 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ വിപുലമായി നടക്കുന്ന നിലയാണുള്ളത്. അതിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ വായനയാണ് ലഹരി എന്ന പരിപാടി കൊല്ലം ബീച്ചിൽ വെച്ച് ജില്ലാ ബോക്സിംഗ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് പൊതുയോഗം, കോട്ടയം ജില്ലയിൽ രാമപുരത്ത് നടന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ സംഗമം, എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയിൽ DYFIയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പയിൻ, തൃശ്ശൂർ ജില്ലയിൽ ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ച കുട്ടികളുടെ സ്നേഹച്ചങ്ങല, മലപ്പുറം ജില്ലയിൽ അരീക്കോട് ആരോഗ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച്, ഇങ്ങനെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു പറയത്തക്കതാണ്. മാതൃകാപരമായ ബോധവൽക്കരണ പരിപാടികളാണ് സംസ്ഥാനത്താകെ നടന്നു വരുന്നത്. ലഹരി വിപത്തിന് മുന്നിൽ കീഴടങ്ങില്ല. ഇത്തരമൊരു നിശ്ചയദാർഢ്യത്തോടെ കേരള ജനത ഒറ്റക്കെട്ടായി ഇറങ്ങിയ ഈ പോരാട്ടം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഒരു ആവശ്യം ഉയർന്നു വരികയുണ്ടായി.
കഴിഞ്ഞ തവണ നമ്മൾ ചില നമ്പറുകളിൽ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ യോഗങ്ങളിൽ ആ ഒരു നമ്പർ നൽകണം, അതവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ നമ്പർ നമുക്കൊന്നുകൂടി കൊടുക്കേണ്ടതായിട്ട് വരും. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുമില്ലാത്ത നാടായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നതിന് നമ്മൾ മുന്തിയ പ്രാധാന്യമാണ് നൽകുന്നത്. ആ ലക്ഷ്യം നേടാനായി വലിയ തോതിലുള്ള ഇടപെടൽ തുടർച്ചയായി നടത്തുകയാണ്. നിർണായകമായ ഒരു ചുവടുവെപ്പ് അതിൽ നടത്താനാവുകയാണ് നമുക്ക്. നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി മണ്ഡലങ്ങളും മറ്റ് പ്രദേശങ്ങളും അതിദാരിദ്ര്യമുക്തമാക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തണമെന്ന് പൊതുവെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഈ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനാണ് ഇതിടയാക്കുക. ഈ പദ്ധതി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 2023 നവംബർ 1 പൂർത്തിയായി. ആകെ കണ്ടെത്തിയതിൽ 47.89%, 30,658 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മുക്തരാക്കാൻ കഴിഞ്ഞു. അതിൽ ക്ലേശഘടകങ്ങളായി കണ്ട കാര്യങ്ങളുണ്ട്. ഈ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, ആരോഗ്യപരിരക്ഷ, ഇവക്കൊക്കെയാണ് ആദ്യ വർഷം ഊന്നൽ കൊടുത്തത്. അവകാശം അതിവേഗം യജ്ഞത്തിൻ്റെ ഭാഗമായി 21,263 അവകാശ രേഖകളും അടിയന്തര സേവനങ്ങളും നൽകുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി. ഭക്ഷണം, ആരോഗ്യം എന്നിവ നേടാൻ പ്രാപ്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം വഴി തടസ്സമില്ലാതെ ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. അവശേഷിക്കുന്ന കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാനുള്ള സജീവ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. 2025 ഏപ്രിൽ 15 കണക്ക് പ്രകാരം ആകെ കണ്ടെത്തിയ കുടുംബങ്ങളിൽ 50,401 കുടുംബങ്ങളെ, അതായത് 78.74% ഇതുവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിദാരിദ്ര്യമുക്തരാക്കാനുള്ള കുടുംബങ്ങളിൽ ഏറിയ പങ്കും സ്ഥിര വരുമാനം ആവശ്യമുള്ളവരും സുരക്ഷിതമായ വാസസ്ഥലം, അതായത് വസ്തുവും വീട് മാത്രം, അതേപോലെ നിലവിലുള്ള വീടുകളുടെ പുനരുദ്ധാരണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളവരാണ്. വരുമാനം നേടാൻ പ്രയാസമുള്ള 5,350 കുടുംബങ്ങളിൽ ജീവനോപാധി ആരംഭിക്കുവാൻ ശേഷിയുള്ള 4,359 കുടുംബങ്ങൾക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഉജ്ജീവനം പദ്ധതി വഴിയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേരിട്ടും മറ്റ് വകുപ്പുകൾ മുഖേനയും
വരുമാനദായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് സഹായം നൽകിയിട്ടുണ്ട്. 13 കുടുംബങ്ങൾക്ക് കൂടി വരുമാന മാർഗം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. വീട് മാത്രം ആവശ്യമുള്ള 3743 കുടുംബങ്ങൾക്ക് ഇതുവരെ വീട് നിർമ്മാണത്തിനുള്ള ആനുകൂല്യം നൽകി. അവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. വസ്തുവും വീടും ആവശ്യമുള്ള 699 കുടുംബങ്ങളുടെയും വീട് നിർമ്മാണം പൂർത്തിയായി. ഭവന പുനരുദ്ധാരണം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യം നൽകുകയും 4049 വീടുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുകയും ചെയ്തു. വീട് മാത്രമോ വസ്തുവും വീടുമോ ലഭിക്കുവാൻ അർഹതയുള്ള കുടുംബങ്ങളിൽ വാടക വീടുകളിൽ താമസിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ച 606 കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ 2ാം ഘട്ടം എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ്. തദ്ദേശ സ്ഥാപന പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന റവന്യൂ ഭൂമിയും മറ്റ് വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമിയും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട ഭൂമിയും വീടും ആവശ്യമുള്ളവർക്ക് അനുവദിച്ച് നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. വലിയ പാർസലുകളായി കിടക്കുന്ന ഭൂമികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിദരിദ്രർക്ക് നൽകുക. വ്യക്തിഗത ഗുണഭോക്താക്കൾ നേരിട്ട് ഭൂമി വാങ്ങുക. ഈ സാധ്യതകളും പരിശോധിച്ചു വരികയാണ്. സർക്കാരിൻ്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം വഴി മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ മുഖേന ഇതുവരെ 8.89 ഏക്കർ ഭൂമിയും റവന്യൂ വകുപ്പ് മുഖേന 5.5 ഏക്കർ റവന്യൂ ഭൂമിയും കണ്ടെത്തിയിട്ടുണ്ട്. 2025 നവംബർ 1 മുൻപ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ദാരിദ്ര്യമില്ലാത്ത നവകേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ താണ്ടുന്ന സുപ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നായിരിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഭരണതലത്തിൽ അഴിമതി അവസാനിപ്പിക്കുക എന്നത് സർക്കാരിൻ്റെ സുവ്യക്തമായ നയമാണ്. അഴിമതിക്കെതിരെ അതിശക്തമായ മുന്നേറ്റം നടത്താനും അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിനെ ഇന്ത്യയുടെ ബാങ്ക് തട്ടിപ്പുകൾ, പൊതുപണം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ചോർത്തൽ തുടങ്ങിയവയിൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവ് വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. പഴയ കേസുകൾ തീർപ്പാക്കുക, അന്വേഷണം വേഗത്തിലാക്കുക, കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക, വിചാരണ നടപടികൾ കാര്യക്ഷമമാക്കുക എന്നിവ പ്രധാനമായാണ് കാണുന്നത്. ഇതിന് കോടതികളുമായും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുമായും അവലോകന യോഗങ്ങളിലൂടെ ശ്രമങ്ങൾ നടത്തുകയാണ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ കൈക്കൂലിക്കാരായ 700ഓളം ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അഴിമതിക്കാരായ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും വിജിലൻസ് നിരീക്ഷണത്തിലുണ്ട്. അഴിമതി സംബന്ധിച്ച്